സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഈ റോസ് ഫാമിലിയിൽ ആമേ സ്തോത്രം വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ആമേ പ്രിയ റോസിനി സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ചുമതല വഹിക്കുന്ന ആമേ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ ഹല്ലേലൂയ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ റോസലി സിസ്റ്ററേയും കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. ഈ ഫേസ്ബുക്ക് പേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആമേ ഇതില് അഡ്മിൻസ് ആയിരിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ 5 മണിയായ വേളയിൽ ആമേൻ സ്തോത്രം, നാം അനേക പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് ആമേൻ ഈ നാളുകളിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒന്നും തളർന്നു പോകാതെ ദൈവത്തിന്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വഹിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ മരണങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആമേൻ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ആമേ അതിലൂടെ അനേക ജനങ്ങൾ ഹല്ലേലൂയ വേർപാടിന്റെ ദുഃഖത്തിലും ആമേ വേദനയിലും ഒക്കെയും ആയിരിക്കുമ്പോൾ ആമേ ദൈവം തന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ ആമേൻ ആയിരുന്നുകൊണ്ട് നമുക്ക് ഓരോ ദൈവജനത്തിനും ആമേ മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഹല്ലേലൂയ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആമേ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ആമേ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ സുഖപിതാവേ, തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ കർത്താവേ ഹല്ലേലൂയ ആമേൻ ഈ റോസ് ഫാമിലിയിലേക്ക് ആമേ ഫേസ്ബുക്ക് പേജിൽ കൂടെ കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇതിന്റെ ഡയറക്ടറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് ഹല്ലേലൂയ ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്വയമായി ഒന്നും പറയുവാനില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം ഇന്ന് ഹല്ലേലൂയ സന്ധ്യാവേളയിൽ ആമേ ഏറ്റവും അനുഗ്രഹമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അടിയനെ എന്താ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അടിയന്റെ കരങ്ങളിലൊന്നുമില്ല, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് സംസാരിക്കണം, ഇടപെടണം. കടന്ന ഈ ലൈവിൽ വരുന്നവർക്കെല്ലാം അനുഗ്രഹമായിരിക്കും ദൈവയുടെ ആക്കും, അനുഗ്രഹിക്കും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ഇവിടെ വായിച്ച കുറിവാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നല്ല, ഹല്ലേലൂയ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ച് ദൈവം ഇറക്കുമ്പോൾ ദൈവം വാഗ്ദത്തത്തോടു കൂടി നമ്മെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. ആമേൻ ഹല്ലേലൂയ. ജാതികമായ പശ്ചാത്തലത്തിൽ നിന്നും ദൈവത്തിന്റെ വിളി കേട്ട് ഹല്ലേലൂയ നീ നിന്റെ ചാർച്ചക്കാരെയും
പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം മറുത്തൊന്നും ചിന്തിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിന്റെ പ്രകാരം അബ്രഹാം ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാന്യതകളോ ഒരു ശ്രേഷ്ഠതകളോ ഒരു ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി ഒന്നും കണ്ടിട്ടല്ല അബ്രഹാം ഇറങ്ങി തിരിച്ചത്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം ഒരിടത്തും ലജ്ജിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. അതുപോലെയാണ് പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മറ്റൊരു ഹൃദയത്തിലും ആരുടെയും ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണ് ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഭൗതികമായ നന്മകളിലേക്ക് മാത്രം നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ ദൈവം വിളിച്ച വിളി നമുക്ക് കാണുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ അകത്തെ കണ്ണുകൾ തുറന്നാൽ ആമേൻ നമുക്കത് ആത്മാവിനാൽ രുചിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഈ കാലഘട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ എല്ലാ മനുഷ്യരും നമുക്ക് ഈ ജീവിതത്തിൽ ഭൗതികം ആവശ്യമാണ്. ഭൗതികമില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ നാം ഭൗതികത്തിന്റെ പുറകിൽ മാത്രമായി പോകുവാൻ ഹല്ലേലൂയ ഇടയാകരുത്. ആമേൻ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ നാം അതിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്ന ഒരു ഭക്തന് വേണ്ടി സ്വർഗീയ ദൈവം സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തനെ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിലെ ആരെങ്കിലും അറിയുമെന്നല്ല പറഞ്ഞത്. ആമേൻ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഇരിപ്പും കിടപ്പും ഹല്ലേലൂയ നിന്റെ ചലനങ്ങളും ആമേൻ അറിയുന്ന ഒരു യേശു കർത്താവ് ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഹല്ലേലൂയ നമ്മുടെ മുൻപോട്ട് നോക്കിയാൽ, നമ്മുടെ മുന്നിൽ നാം നോക്കിയാൽ സകലതും ശൂന്യമായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ചിട്ട് പലതും നമുക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പക്ഷേ നാം ചിന്തിച്ചു പോകും, അതേ ഹല്ലേലൂയ ഞാൻ ഇത്രത്തോളം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചല്ലോ, ഞാൻ ഇത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ അതൊന്നും എനിക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നാം പലപ്പോഴും പരിതപിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുന്നു, ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം ഹല്ലേലൂയ അതിന്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം ഒരു കിരീടം പ്രാപിക്കണമെങ്കിൽ ആമേൻ ചില പരീക്ഷാ ഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ ഉള്ളതെല്ലാം ആമേൻ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വഴികളാണെങ്കിൽ, അനുഗ്രഹത്തിൻ്റെതാകുന്ന റൂട്ടാണെങ്കിൽ പലപ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുകയില്ല. എന്നാൽ പരീക്ഷയിൽ കൂടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളുണ്ട്. നിന്നെ വിളിച്ചിറക്കിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം വിളിച്ചിറക്കിയപ്പോൾ ദൈവം തന്ന ചില വാഗ്ദത്തങ്ങൾ ആമേൻ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന ചില മേഖലകളെ ആമേൻ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കുവാൻ പോകുകയാണ്. ആമേൻ പ്രാർത്ഥനയിലൂടെ ആമേൻ നിന്റെ കണ്ണുനീർ വറ്റിപ്പോകാതെ പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ചില മേഖലകൾ തുറക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്.
അതിനായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, ഈ സന്ധ്യാവേളയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഹല്ലേലൂയ ചില മുഖാന്തരങ്ങളിലൂടെ ദൈവം വഴി നടത്തുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇവിടെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വിളിച്ചിറക്കുമ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്ത ഭക്തനെ അനേക പരീക്ഷകളിൽ കൂടെ, അനേക വേദനയിൽ കൂടെ, അനേക രോഗങ്ങളിൽ കൂടെ ആമേൻ ചിലപ്പോൾ കടത്തി വിട്ടേക്കാം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ആമേൻ ചെവി കേട്ടിട്ടില്ല, മറ്റ് ഹല്ലേലൂയ ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചിറക്കിയ ഒരു ഭക്തന് ആമേൻ ഈ ലോകത്തിന്റെ നന്മകൾ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിന്റെ സകല നന്മകളും ആമേൻ ആ നിത്യരാജ്യത്തെയും നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സകലതും ഒരുക്കി വച്ചിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിളിയിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ആമേൻ ഹല്ലേലൂയ നാം ഓർത്തുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുത്താൽ ആ ദൈവത്തിന് നമ്മോട് ഇടപെടുവാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ആമേൻ ഹല്ലേലൂയ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ജീവിച്ച എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. 32 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഈ യേശുവിനെ എനിക്ക് കണ്ടുമുട്ടുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എന്നെ വാഗ്ദത്തത്തോടു കൂടി